I long to see you, that I may impart unto you some spiritual gift. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. അപ്പൊ സ്പിരിച്വൽ ഗിഫ്റ്റ് എങ്ങനെയാ വരുന്നത്? Impartation. Amen. That is very important. Amen. തിമോഥെയോസ് 4:14 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മൂപ്പന്മാരുടെ കൈവപ്പോട് കൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷിക്കരുത്. Neglect not the gift that is in you. Never neglect it. Which was given You never neglect the spiritual gifts, my children of God. Amen. People are neglecting. People are rebel related to the spiritual gift. The Bible says you never neglect it there. Amen. Amen. പൗലോസ് മറ്റടുത്ത് കൊരിന്ത്യ സഭയിൽ പറയുന്നു, നിങ്ങൾ ആത്മീക വരങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരാകരുത്. നിങ്ങൾ ഇഗ്നോറന്റ് ആകരുത്. നിങ്ങളത് അറിയണം. ഇങ്ങനൊരു കാര്യമുണ്ട്. Neglect not the gift that is in you, which was given you by prophecy. സ്പിരിച്വൽ ഗിഫ്റ്റുകളിൽ പെട്ടെന്ന് ഇംപാർട്ട് ആകുന്ന ഒന്നാണ് prophetic grace. Amen. 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 Which was given by prophecy with the laying on of the hands of the presbytery. Amen. Laying on hand. Amen. കൈവെപ്പിനാൽ Yes. നിനക്ക് ലഭിച്ച കൈവച്ചപ്പോൾ, അപ്പോസ്തലൻ കൈവച്ചപ്പോൾ, അഭിഷിക്തൻ കൈവച്ചപ്പോൾ നിനക്ക് ലഭിച്ച നിന്നിൽ ഇംപാർട്ട് ചെയ്ത കൃപാവരം. കൈവെപ്പിനാൽ ലഭിക്കുന്ന ഇംപാർട്ടേഷൻ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 24-25 വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന് ചുറ്റിലും നിർത്തി. അപ്പോൾ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. അവന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാരിൽ കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവരും പ്രവചിച്ചു. ഇംപാർട്ടേഷൻ. ആവർത്തനം 34-9 വാക്യം. നൂന്റെ മകനായ ജോഷുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. ജോഷുവയുടെ മേലിൽ ജ്ഞാനത്തിന്റെ പൂർണ്ണത, ഗ്രേസ്. Amen. The spirit of wisdom. Let us say everyone, spirit of wisdom. Spirit of wisdom. Joshua completed അല്ലായിരുന്നു, ജ്ഞാനാത്മപൂർണനല്ലായിരുന്നു. പക്ഷെ ബൈബിൾ പറയുന്നു, മോശയോട് കൂടെ അസോസിയേറ്റ് ചെയ്ത് മോശ ജോഷുവയെ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് ആ സ്പിരിറ്റ് ഓഫ് വിസ്ഡം അവനിൽ ഉണ്ടായി. Lift your hand and say, Lord, I believe the Holy Spirit impartation. കൈകൾ ഉയർത്തി പറഞ്ഞ്, ഞാൻ പരിശുദ്ധാത്മ പകർച്ചയിൽ വിശ്വസിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മ പകർച്ചയിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്ന പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. പിതാവായ ദൈവത്തിന് ഒരാളത്വമുള്ളതുപോലെ, പുത്രനായ ക്രിസ്തുവിന് ഒരാളത്വമുള്ളതുപോലെ, പരിശുദ്ധാത്മാവിനും ഒരാളത്വമുണ്ട്. എന്നാൽ പല സന്ദർഭങ്ങളിലും പല വാക്യങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലെ ചില വസ്തുക്കളുടെ പേരുമായി കണക്ട് ചെയ്യുന്നുണ്ട്. ദൃശ്യമായ ലോകത്തിൽ നമ്മൾ കാണുന്ന ചില വസ്തുക്കളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ സമാന്തരപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഓയിൽ, എണ്ണ, അല്ലേ? ദൈവത്തിന്റെ ആത്മാവിനെ വേദപുസ്തകത്തിൽ ഉടനീളം പലയിടങ്ങളിലും എണ്ണയോടുകൂടെ, അഭിഷേകത്തെയും പരിശുദ്ധാത്മാവിനെയും ഓയിലിനോട് കൂടെ കമ്പയർ ചെയ്യുന്നത് ഞാൻ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. Wind, we can experience wind. പരിശുദ്ധാത്മാവിനെ കാറ്റിനോടുകൂടെ
കമ്പയർ ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഫയർ, let us say everyone boldly, fire. പരിശുദ്ധാത്മാവിനെ തീയോടുകൂടെ കമ്പയർ ചെയ്യുന്നത് ഞാൻ കാണുന്നു. സീൽ, സീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഓഫീസിൽ ചെന്നപ്പം എന്റെ ഫയലിനകത്ത് അവര് സീൽ അടിച്ചു എന്ന് പറയത്തില്ലേ, സീൽ ഇട്ടു. സീൽ, പരിശുദ്ധാത്മാവിനെ സീലിനോടുകൂടെ ബൈബിളിൽ കമ്പയർ ചെയ്യുന്നത്. ഡവ്, പ്രാവ്, പറവ, പ്രാവ്, ഡവ്. വാട്ടർ, വെള്ളത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ കമ്പയർ ചെയ്യുന്നു. വൈൻ, വീഞ്ഞിനോടുകൂടെ പരിശുദ്ധാത്മാവിനെ കമ്പയർ ചെയ്യുന്നു. ഒന്നാമതായി ഓയിൽ, റിലേറ്റഡ് ടു ദ ഓയിൽ. സങ്കീർത്തനം 45:7 നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം നിന്റെ കൂട്ടുകാരിൽ പരമായി. God has anointed you with the oil of gladness above, the oil of gladness. Amen. Amen. ആനന്ദത്തിന്റെ തൈലം. Amen. That oil of gladness, ആനന്ദ തൈലമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Amen. യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 29:6-12 അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ജോബ് പറയുന്നു, അന്ന് എന്റെ കാലുകളെ അവൻ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നെന്ന് പറഞ്ഞാൽ that is anointing, that is Holy Spirit. Hallelujah. ആ പരിശുദ്ധാത്മാവ് തന്റെ മേളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ പുറപ്പെട്ട് പട്ടണത്തിന്റെ പടിവാതിക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് എന്റെ ഇരിപ്പിടം വെക്കുമ്പോൾ ഹല്ലേലൂയ, യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. ജോബിന്റെ മുമ്പിൽ ചെന്ന് യൗവനക്കാരൻ പെട്ടാൽ ചിലപ്പോൾ ജോബ് അവനെ ഡിസൈൻ ചെയ്യും, അവന്റെ ആത്മാവിനെ വിവേചിക്കും. അതുകൊണ്ട് ഇവര് പേടിച്ചിട്ട് യൗവനക്കാർ കണ്ടിട്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ് പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും, അവരുടെ നാവണ്ണാക്കോട് പറ്റും. ഒരു ഭയങ്കര അതോറിറ്റി, ഒരു ഭയങ്കര അതോറിറ്റി. ഒരു ഭയങ്കര അതോറിറ്റി ജോബിന്റെ മേളിൽ നിന്നിരുന്നു. അധികാരം എവിടുന്ന വന്നെന്നറിയാമോ? തൈലം നദി. തൈല നദി. നിങ്ങളുടെ മേളിൽ ഒരു ദൈവിക അധികാരം ചലിക്കണമെങ്കിൽ അധികാരികൾ എഴുന്നേറ്റ് നിൽക്കത്തക്ക നിലയിൽ പട്ടണത്തിന്റെ മധ്യയിൽ നിന്റെ സിംഹാസനം നീ സ്ഥാപിക്കത്തക്ക നിലയിൽ നീ അധികാരമുള്ള ഒരു മനുഷ്യനായി തീരണമെങ്കിൽ, യൗവനക്കാർ നിന്നെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ, പ്രഭുക്കന്മാർ സംസാരം നിർത്തി എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ നിന്റെ മേളിൽ ഈ തൈല നദി ഒഴുകണം. 92-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്റെ കൊമ്പ്, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ നീ എന്നെ തേപ്പിക്കുന്നു. കാരണം ഇതേ ദാവീദ് 23-ാം സങ്കീർത്തനത്തിന്റെ 5-6 വാക്യത്തിൽ പറഞ്ഞത്, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. 1 ശമൂവേൽ 16:13 സാമുവേൽ തൈലക്കൊമ്പെടുത്ത് ദാവീദിന്റെ മേളിൽ അഭിഷേകത്തിന്റെ തൈലം ഒഴിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. സാമുവേൽ പകർന്ന ഒഴിച്ച എണ്ണയല്ല പരിശുദ്ധാത്മാവ്. പറഞ്ഞ എണ്ണയല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ നിഴലായി, സിംബോളിക്കായി, എന്താ പറയുന്നത്, അവസ്ഥാമാറ്റം സംഭവിക്കുമ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമാണ്
അല്ലേ? മത്തായി 26:26. അവര് ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു. അതേ ടേബിളിൽ നിന്നും യേശു ഒരപ്പം എടുത്തു. അത് കർത്താവ് ബ്ലസ് ചെയ്തതും ഇപ്പോൾ അവർ നേരത്തെ കഴിച്ച അപ്പത്തിൽ നിന്നും ഇത് വ്യത്യസ്തമായി മാറി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ സഭയിൽ ഒരു മനുഷ്യൻ ദീനമായി കിടക്കുന്നെങ്കിൽ നിങ്ങൾ അവരെ മൂപ്പന്മാരെ വരുത്തി എണ്ണ തേച്ച് പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തലന്മാര് എണ്ണ പൂശി പ്രാർത്ഥിച്ചു. എലീശ ദേശത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചു. എലീശ എടുത്ത് പ്രാർത്ഥിച്ചു. ഉപ്പ് ഒരു ദേശത്തിന് മുഴുവൻ വിടുതലുണ്ടാക്കി. പൗലോസിന്റെ മേളിൽ ഒരു റൂമാൽ ഉണ്ടായിരുന്നു, ക്ലോത്ത്, ഒരു തുണി ഉണ്ടായിരുന്നു, ഒരു തലീത്ത് ഉണ്ടായിരുന്നു. ആ റൂമാൽ അതൊരു കോട്ടൺ തുണിയാണ്. പക്ഷേ പൗലോസിനെ ഇറങ്ങി പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ, ഭയങ്കര ക്രൗഡഡ് ആയപ്പോൾ, തന്റെ മേളിൽ കിടന്ന റൂമാൽ എടുത്ത് ജനത്തിന്റെ മേളിൽ എറിഞ്ഞപ്പോൾ ആ തുണി വന്ന് വീണവർ മുഴുവൻ സൗഖ്യമായി. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം. സാമുവേൽ അഭിഷേകത്തിന്റെ തൈലം ദാവീദിന്റെ മേളിൽ ഒഴിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ആത്മാവ് അവന്റെ മേൽ വന്നു. അപ്പോൾ ആ ഓയിൽ, എണ്ണ, പരിശുദ്ധാത്മാവിന് നിഴലാണ്. മാർക്ക് ചാപ്റ്റർ 6:12-13. അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കി അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. അവർ വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. യാക്കോബിന്റെ ലേഖനം 5:14 നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എണ്ണ പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. മത്തായി സുവിശേഷം 25:1 വരെയുള്ള വാക്യങ്ങളാണ്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുവാൻ നിങ്ങൾ വിൽക്കുന്നവർ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നും വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിക്കുകയും. ഓക്കെ, ഇത് യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ, മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞ അതിപ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ഉപമയാണ്. Our Lord Jesus is coming very soon. Amen. യേശു വേഗം മടങ്ങി വരും. Amen. Jesus Christ is coming very soon. Amen. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. Amen. യേശു പറയുന്നു, ആ ഉപമയിൽ 10 കന്യകമാർ, ഈ 10 കന്യകമാർക്കും മണവാളനെ അറിയാം. Amen. ഈ 10 കന്യകമാരും മണവാളനെ വെയിറ്റ് ചെയ്യുകയാണ്. Yes. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിനെ അറിയാം. Amen. നിങ്ങളെല്ലാവരും യേശുവിനെ വെയിറ്റ് ചെയ്യുകയാണ്. Amen. നിങ്ങളെല്ലാവരും അവന്റെ മണവാട്ടിയാണ്. Yes. എന്നാൽ ഇതിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. അപ്പൊ എവിടെയാ അവരുടെ ബുദ്ധി? 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ ബുദ്ധിയുള്ളവർ വിളക്കെടുത്തപ്പോൾ അതിന്റെ കൂടെ എണ്ണയും എടുത്തു. ബുദ്ധിയില്ലാത്തവരോ വിളക്കെടുത്തു, പക്ഷേ
എണ്ണ എടുത്തില്ല. ഓയിൽ ഈസ് റിലേറ്റഡ് ടു ദ ഹോളി സ്പിരിറ്റ്. മണവാളനാകുന്ന ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന മണവാട്ടിക്ക് പ്രധാനമായി വേണ്ടത് കത്തുന്ന വിളക്കും വിളക്കിലെണ്ണയുമാണ്. ഇതാ അർദ്ധരാത്രിയായി, മണവാളൻ വരാൻ വൈകി, എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. രാത്രിക്കോ മണവാളൻ വന്നു, ആർപ്പ് വിളിയുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ കന്യകമാരെല്ലാം എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. വേദപുസ്തകത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ഈ എണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇത് പകരുവാൻ കഴിയുന്ന എണ്ണയാണ്. Again I am telling impartation. എല്ലാരും പറഞ്ഞു, ഇത് പകരുവാൻ കഴിയുന്ന എണ്ണയാണ്. 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായെന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരെ അടുക്കൽ പോയി വാങ്ങിക്കുവിൻ എന്ന് വെച്ചാൽ, ഇത് ചിലർ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഇത് അവൈലബിൾ ആണ്. ഹോളി സ്പിരിറ്റ് ഈസ് അവൈലബിൾ. അത് അവൈലബിൾ ആയതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് പോയി വാങ്ങിക്കാൻ. Listen to me now. Holy Spirit is available. He is available for everyone. Just believe and receive it, that power of the Holy Spirit. എന്നാൽ മണവാളൻ വന്നു കഴിഞ്ഞാൽ, മണവാട്ടി, 10-ാമത്തെ വാക്യം, മണവാട്ടി മണിയറയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണ കിട്ടുകയില്ല. യേശുവിന്റെ വരവോടുകൂടെ ഈ എണ്ണയുടെ ഡിസ്ട്രിബ്യൂഷൻ ക്ലോസ് ചെയ്യും. പിന്നെ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. എന്നാൽ മണവാളനോടൊപ്പം മണവാട്ടി മണിയറയിൽ പ്രവേശിക്കുന്നത് വരെ ഈ എണ്ണ നിനക്ക് അവൈലബിൾ ആണ്. Oil of Holy Spirit, the anointing is very precious. It's very important. നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. പക്ഷേ വിളക്കിനോടുകൂടെ എണ്ണയും കരുതണം. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരവും ഉയർക്കുവാനിടയായി. പരിശുദ്ധാത്മാവില്ലാത്ത ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നിന്റെ മേളിൽ വസിക്കുന്ന ഇതേ ആത്മാവാണ് നിന്നെ സ്വർഗത്തിൽ എത്തിക്കേണ്ടത്. That's why this oil is very important. ഈ നല്ല ശമരിയന്റെ കയ്യിൽ എണ്ണയുണ്ട്. നല്ല ശമരിയൻ ഈ എണ്ണ നിങ്ങളുടെ മേൽ പകരും. The second thing is wind. പരിശുദ്ധാത്മാവിനെ കാറ്റിനോടുകൂടെ സമാന്തരപ്പെടുത്തുന്നു. കാറ്റ്. ഈ കാറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കാറ്റിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും, പക്ഷെ കാണാൻ പറ്റില്ല. കാറ്റ് കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് ഒരു സഭയിൽ ഉണ്ടാക്കുന്ന ഉണർവ് നമുക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന രൂപാന്തരത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. It's like a wind. Hallelujah. യോഹന്നാൻ 3:8 നിക്കോദീമോസിനോട് യേശു പറഞ്ഞത്, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, നീ അതിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിലും അതെവിടുന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നെന്നും നീ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവരെല്ലാം അതുപോലെയാകുന്നു. Thank you, Holy Spirit. You can see different kinds of winds in the Bible. പറഞ്ഞേ, ദൈവം അടുപ്പിച്ച പല കാറ്റുകൾ. ദൈവം അടുപ്പിച്ച പല കാറ്റുകൾ. പുറപ്പാട് 14:21-22 നമുക്ക് കാണാം.
മോശ കടലിന്റെ മേളിൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു. ദൈവം അടുപ്പിച്ച ആ കാറ്റാണ് ആ കടലിനെ 2 ചിറയാക്കി. Hallelujah. അത് ഞാൻ കാണുന്നത് വാഗ്ദത്തത്തിലെത്തിക്കാൻ തന്റെ ജനത്തിനു വേണ്ടി വഴി തുറന്ന ഒരു കാറ്റാണ്. നിന്റെ വാഗ്ദത്തത്തിൽ, നിന്റെ ഡെസ്റ്റിനിയിൽ നിന്നെ എത്തിക്കുവാൻ, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കുവാൻ ചില കാറ്റുകളെ, പരിശുദ്ധാത്മാവിന്റെ കാറ്റുകളെ നിന്റെ ജീവിതത്തിൽ അടുപ്പിക്കട്ടെ. എസെക്കിയേൽ 37:9-10. അവിടെ പ്രവാചകനായ എസെക്കിയേലിനോട് ദൈവം ചോദിക്കുന്നു, പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇത് ഉണങ്ങിയ അസ്ഥികളാണ്. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. Prophesy unto the wind. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ആ കാറ്റ് അവരുടെ മേൽ അടിച്ചു, ആ ശ്വാസം അവരുടെ മേൽ വന്നു. അവർ ജീവിച്ചെഴുന്നേറ്റ് വലിയൊരു സൈന്യമായി മാറി. അതേത് കാറ്റാണ്? Wind of the Holy Spirit. Hallelujah. Zoe life. ജീവൻ നൽകുന്ന കാറ്റ്. Hallelujah. അവിടെ ഇവിടെയായി ചിതറിക്കിടന്ന അസ്ഥികളെല്ലാം ഒന്നിച്ചുകൂടി റിസ്റ്റോറേഷൻ ഉണ്ടായി. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ കുടുംബജീവിതത്തിൽ അടിച്ചാൽ നിന്റെ കുടുംബജീവിതം പുനഃസ്ഥാപിക്കപ്പെടും. Zoe life ഉണ്ടാകും, ജീവൻ ഉണ്ടാകും. നീ പ്രവചിച്ചാൽ മാത്രമേ ഈ ജീവനില്ലാത്തതിൽ ജീവൻ വരൂ. The wind of restoration. 38:1-3 വരെ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഒരു പുതിയ സീസൺ ദൈവത്തിന് ഓപ്പൺ ആക്കാൻ, അല്ലേ? ആ ഒരു പ്രളയത്തിന് ശേഷം ശീതവും ഉഷ്ണവും നിന്നു പോകില്ല. കാലവും വർഷവും ഉണ്ടാകാൻ പോകുന്നു. വേനലും മഴയും ഉണ്ടാകാൻ പോകുന്നു. പകലും രാത്രിയും ഉണ്ടാകാൻ പോകുന്നു. ഈ നിലകളിൽ ഒരു പുതിയ സീസൺ ആ ഫ്ലഡിന് ശേഷം ഉണ്ടായി. ഇനി ഞാൻ ഭൂമിയെ പ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല. ശീതമുണ്ടാകും, ഉഷ്ണമുണ്ടാകും, വിതയുണ്ടാകും, കൊയ്ത്തുണ്ടാകും, അല്ലേ? നോഹയുടെ അതിനുശേഷമല്ലേ ദൈവം പറയുന്നേ? എന്നാൽ ആ പുതിയ സീസണിലേക്ക് നോഹയും കുടുംബവും അടുത്തൊരു ജനറേഷനും കയറാൻ, നിലവിലുള്ള ഫ്ലഡ് മാറാൻ, പെട്ടകം അരാരത്തിൽ ഉറയ്ക്കാൻ, പുതിയൊരു കാലഘട്ടം ഉണ്ടാകാൻ ദൈവം ചെയ്തത്, ദൈവം ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ചു. Are you waiting for anything? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നുണ്ടോ? ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്നയും കാടയും വർഷിപ്പിച്ചത് ഒരു കാറ്റിനകത്തൂടാണ്. നമ്പേഴ്സ് 11:31-32 എഴുതിയിട്ടുണ്ട്. യഹോവ ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന് സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന് ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അടുപ്പിച്ച കാറ്റ്, ഈ കാടയെ, ആ കാറ്റാണ്. ഈ പക്ഷികൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ പറക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് വിൻഡാണ്. ആ കാറ്റ് ഇതുങ്ങളെ പറത്തിക്കൊണ്ട് വന്ന്, ദൈവം അടുപ്പിച്ച കാറ്റ് കൊണ്ടുവന്ന് കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ കാടകളെ നിർത്തി. എങ്ങനെ നിർത്തിയെന്നറിയാവോ? 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ആ നിലയിലാണ് ദൈവം ആ കാറ്റ് സെറ്റ് ചെയ്ത്. ഈ കാറ്റ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിന് രക്ഷപ്പെട്ട് പറന്നു പോകാൻ പറ്റുകയില്ല. ഈ കാറ്റ് ഏറ്റവും മേളിൽ അടിച്ചാൽ താഴെ കൂടി ഇതെല്ലാം പറന്ന് 4 വഴിക്ക് പോകും. ഈ കാറ്റ് ഒത്തിരി താഴെ ആയിപ്പോയാൽ ഇത് മേളിലൂടെ പറന്നു പോകും. കൃത്യമായി ആ കാറ്റ് കാടയെ സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ കൈകൊണ്ട് പിടിക്കത്തക്ക നിലയിൽ ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു. ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു.
ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു. The wind of provision. The wind of provision. നൈൽ നദിയിൽ മോശക്കുഞ്ഞിനെ അമ്മയും പെങ്ങളും കൂടെ ചേർന്ന്, മിരിയമ്മും കൂടെ ചേർന്ന് ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി കീഴടിച്ച് ആ കുഞ്ഞിനെ അതിനകത്താക്കി നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുകയാണ്. നിങ്ങൾക്കറിയാമോ, നദികളെ, അതിന്റെ വേഗതയെ നിയന്ത്രിക്കുന്നത് കാറ്റുകളും ഒഴുക്കുകളുമാണ്. എപ്പോഴും നദി ഒഴുകുന്നത് ഒരു സ്പീഡിലല്ല. എപ്പോഴും നദിക്ക് ഒരു വേഗതയല്ല ഉള്ളത്, ഡിഫറെന്റ് സ്പീഡാണ്. ഫറവോന്റെ പുത്രി ആ കടവിൽ കുളിക്കാൻ വന്ന് നിൽക്കുന്ന സമയത്ത് കൃത്യമായ ടൈമിൽ ഈ ഞാങ്ങണപ്പെട്ടകം അവിടെ ഒഴുകി എത്തിയാൽ മാത്രമേ കുളിക്കടവിൽ വന്ന് നിൽക്കുന്ന ഫറവോന്റെ പുത്രിക്ക് ഇത് കാണാൻ കഴിയുകയും ഇതെടുത്തോണ്ട് പോയി അകത്ത് കൊണ്ടുപോയി വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി മോശയ്ക്ക് ഫറവോയുടെ കൊട്ടാരത്തിൽ വളരാൻ കഴിയുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ മോശയുടെ അമ്മയും പെങ്ങളും കൂടെ ചേർന്ന് പെട്ടകത്തിനകത്ത് കുഞ്ഞിനെ കിടത്തി ഞാങ്ങണ പെട്ടകത്തിലാക്കി ഈ വെള്ളത്തിലേക്ക് വെച്ചതും ദൈവം ഈ വെള്ളത്തിന്റെ ഒഴുക്കിനെ ടൈം സെറ്റ് ചെയ്തു. ഞാൻ യേശുവിൻ നാമത്തിൽ ചിലരോട് പറയുന്നു, ദൈവം നിന്റെ ലൈഫിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ something is coming to you. The deliverance is coming to you. The miracle is coming to you. The salvation is coming to you. The healing is coming to you. In the mighty name of Jesus. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വരുമ്പോൾ, Acts chapter 2-ൽ വരുമ്പോൾ, I can see the wind of purpose. Amen. Amen. പദ്ധതിയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് എത്തിക്കുവാൻ അടിച്ച കാറ്റ്. Amen. Hallelujah. The Bible says, and suddenly there came a sound from heaven as of a rushing mighty wind. ആ കാറ്റ് ഏതായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. അപ്പോസ്തലന്മാരുടെ മേളിൽ കിടന്ന വാഗ്ദത്തം, ദൈവസഭയുടെ ആരംഭം, യേശു ക്രൂശിൽ മരിച്ച മുഴുവൻ, കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ചെയ്ത ദൗത്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ, നിർവഹിക്കപ്പെടാൻ, സഭകൾ സ്ഥാപിക്കപ്പെടാൻ, തന്റെ രാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്, ഈസ് കിങ്ഡം, അത് എസ്റ്റാബ്ലിഷ് ആകാൻ ഈ കാറ്റില്ലായിരുന്നെങ്കിൽ കഴിയുമോ? The wind of purpose. The wind of provision. The wind of life. Amen. Jesus. The wind of new season. Amen. 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 I can see in Bible different kinds of wind. Amen. The Lord Almighty sent. The same God is living for you. Yes. Amen. The wind is blowing. Yes. Thank you, Holy Spirit. Thank you, Jesus. The third thing is zeal. ഹോളി സ്പിരിറ്റിനെ സീലിനോടുകൂടെ. ഒരു ഡോക്യുമെന്റ് വാലിഡ് ആകുന്നത് സീലിലാണ്. സീലും സിഗ്നേച്ചറും ഇല്ലെങ്കിൽ അത് വാലിഡ് അല്ല. പരിശുദ്ധാത്മാവിനെ മുദ്രയോടുകൂടെ, സീലിനോടുകൂടെ കമ്പയർ ചെയ്യുന്നു. എഫേസ്യർ 1:14 തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. You were sealed with that Holy Spirit of promise. Amen. Amen. You were Sealed with it. You were sealed. ഈ സീൽ ഇല്ലെങ്കിൽ ഈ പ്രോമിസ് വാലിഡ് അല്ല. Hallelujah. എന്താണ് ആ സീൽ? That seal is the Holy Spirit. Hallelujah. Hallelujah. Amen. Seal is important. Amen. Yes. That's why 2 Corinthians chapter 1 verse 20, 21, 22 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ വന്നു, അതുകൊണ്ട് ഭൂമിയിൽ ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമീൻ എന്നും തന്നെ. ഓക്കെ, നമ്മുടെ എത്ര പേർക്ക് പ്രോമിസ് ഉണ്ട്? നിങ്ങൾ എത്ര പേർക്ക് വാഗ്ദത്തമുണ്ട്? ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് പ്ലീസ്. ആ വാഗ്ദത്തത്തെ നിങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നത്, അത് മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്.
അതുകൊണ്ടാണ് എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. Grieve not the Holy Spirit of God, whereby you are sealed unto the day of redemption. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു, സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിന്നെ ദൈവം മുദ്രയിട്ട് കഴിഞ്ഞാൽ you are secured. You are secured. യേശുവിന്റെ കാലത്ത് യേശുവിന്റെ കല്ലറയിൽ മാത്യു ചാപ്റ്റർ 27-ൽ അവർ ചെന്ന് കല്ലിന്റെ മുദ്ര വെച്ച് സീലിംഗ് ദ സ്റ്റോൺ ആൻഡ് സെറ്റിംഗ് എ വാച്ച്. അവർ ചെന്ന കല്ല് സീൽ ചെയ്തു. പക്ഷെ പിശാച് സീൽ ചെയ്തതിനെ, മനുഷ്യൻ സീൽ ചെയ്തതിനെ ദൈവം പൊട്ടിച്ചു ദൂരെ എറിഞ്ഞു. ദൈവം സീൽ ചെയ്താൽ അതിനെ തൊടാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ എണ്ണയോട് കൂടെ ഉപമിക്കുന്നത് കാണുന്നു, കാറ്റിനോട് കൂടെ കമ്പയർ ചെയ്യുന്നത് കാണുന്നു, സീൽ മുദ്രയോടുകൂടെ കമ്പയർ ചെയ്യുന്നത് കാണുന്നു. The most important thing is coming, that is fire. Amen. Fire. Amen. Let us say everyone, fire. Fire. Hallelujah. I can see different kinds of fire in the Bible. There is cooking fire, there is blessing fire, there is just judgmental fire. In the Bible there is testing fire. Yes. Different kinds of fire. Amen. Hallelujah. Hallelujah. കുക്കിംഗ് ഫയർ. യേശു തീ കൂട്ടി പത്രോസിന് കനലിൽ ചുട്ട അപ്പവും മീനും ഉണ്ടാക്കി. ബൈബിളിൽ അത് കാണാം പലയിടത്തും. ബ്ലസ്സിംഗ് ഫയർ, അനുഗ്രഹത്തിന്റെ തീ. ജഡ്ജ്മെന്റൽ ഫയർ, ന്യായവിധിയുടെ തീ. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു പരിശോധനയുടെ തീ. ടെസ്റ്റിംഗ് ഫയർ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫയർ. ബട്ട് the Bible says, Jeremiah chapter 23:29, for our God is a consuming fire. യിരെമ്യാ 23:29 വാക്യം. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ? നിങ്ങൾ അത് എഗ്രി ചെയ്യുന്നോ? Yes. Are you agreeing with me? Yes. My word like as a fire. Amen. Amen. Which word? Pastor, who is word? Word is Jesus. Amen. Amen. എന്റെ വചനം, Yes. Amen. my word Hallelujah. like as a fire. Amen. Jesus. Jeremiah chapter 5:14. ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. എന്തായിരിക്കും സ്ഥിതി? വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം തീയും. അത് കേട്ടോണ്ടിരിക്കുന്ന ജനം വിറകുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കത്തും. Yes. Yes. Amen. Yes. എന്റെ വചനം തീയും ഈ ജനം വിറകുമായാൽ കത്തും. Yes. Yes. എമ്മൗസിലേക്ക് പോയ ക്ലെയോപ്പാവും ഭാര്യയും യേശു അവരോട് തിരുവെഴുത്തുകളെ സംസാരിച്ചപ്പോൾ അവർ വീട്ടിൽ ചെന്ന് അവരുടെ കണ്ണ് തുറന്നു കഴിഞ്ഞ് യേശു അപ്രത്യക്ഷനായപ്പോൾ അവർ രണ്ടുപേരുടെ പറഞ്ഞൊരു വേർഡുണ്ട്, അവൻ നമ്മോട് വഴിയിൽ തിരുവെഴുത്തുകളെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം നമ്മളിൽ കത്തിക്കൊണ്ടിരുന്നില്ലോ. Acts chapter 2 verse 13. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നും മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ആ ഫയർ, ആ അഗ്നി അവരുടെ മേൽ പതിഞ്ഞു. താങ്ക് യു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ജഡ്ജ്മെന്റൽ ഫയറിനെ കുറിച്ചല്ല. ഉണ്ട്, ന്യായവിധിയുടെ തീ ഉണ്ട്, അനുഗ്രഹത്തിന്റെ തീ ഉണ്ട്, ബൈബിളിൽ പരിശോധനയുടെ തീ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹോളി സ്പിരിറ്റ് പിളർന്ന അഗ്നിനാവായി ഇവരുടെ മേളിൽ വന്നത്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ യാഗത്തെ അവിടെ ഉറപ്പിക്കുകയായിരുന്നു. കാരണം എവിടെ യാഗമുണ്ടോ യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. അബ്രഹാം യാഗം കഴിക്കാൻ പോയപ്പോൾ തീയും കത്തിയും കരുതി. തീയില്ലാതെ എന്ത് നടക്കില്ല? തീയില്ലാതെ ഒരിക്കലും യാഗം നടക്കത്തില്ല.
അപ്പൊ തീ വേണം. യേശു കർത്താവിന്റെ യാഗം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്, അത് കംപ്ലീറ്റ് ആകുന്നത്, ആ യാഗം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്, അത് ഉറപ്പിക്കപ്പെടുന്നത് ആ യാഗത്തിന് ശേഷം പെന്തിക്കോസ് നാൾ വന്നപ്പോൾ ആ കാൽവറി മരണത്തിലെ യാഗത്തിൽ വിശ്വസിച്ച 120 പേരുടെ മേളിൽ പരിശുദ്ധാത്മാവിന്റെ ജീവൻ, ആ യാഗം അവിടെ ഉറപ്പിക്കപ്പെടുകയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശ് മരണത്താൽ, ആ കാൽവറി യാഗത്താൽ എന്തെല്ലാം സ്ഥാപിക്കപ്പെട്ടുവോ, ഉറപ്പിക്കപ്പെട്ടുവോ, എന്തെല്ലാം സംഭവിച്ചുവോ, ഇതിനെയെല്ലാം ഉറപ്പിക്കുവാൻ, ഇതിനെയെല്ലാം കൺഫേം ചെയ്യുവാൻ, ഇതിന്റെ തുടർച്ചകൾ സംഭവിക്കുവാൻ അപ്പോസ്തലന്മാരുടെ മേളിൽ പരിശുദ്ധാത്മാവ് വെള്ളമായിട്ട് മഴ പെയ്തിറങ്ങുകയല്ലായിരുന്നു, തീയായി, ഫയർ. ജഡ്ജ്മെന്റൽ ഫയർ ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. മലാക്കി 4:1 ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും ഒക്കെ താളടിയാകും. ഉൽപ്പത്തി പുസ്തകം 19:24 യഹോവ സോദോമിനെയും ഗോമോറയുടെ മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ചു. ദാറ്റ്സ് എ ജഡ്ജ്മെന്റൽ ഫയർ. 2 പത്രോസ് 3:10 കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, സകല മൂല പദാർത്ഥങ്ങളും കത്തിയഴിയും, ഭൂമിയും അതിലെ പണികളും വെന്തുപോകും. ജഡ്ജ്മെന്റൽ ഫയർ. സംഖ്യ 16:35 അപ്പോൾ യഹോവയിൽ നിന്നൊരു തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെ ദഹിപ്പിച്ചു. ദാറ്റ്സ് എ ജഡ്ജ്മെന്റൽ ഫയർ. പക്ഷെ ജഡ്ജ്മെന്റൽ ഫയർ മാത്രമല്ല ബൈബിൾ പറയുന്നത്, ഹോളി ഫയർ ഉണ്ട്. യഹോവ ഏലിയാവിന്റെ കാലത്ത് ഉത്തരമരുളിയത് തീ കൊണ്ടാണ്. പറഞ്ഞ സത്യദൈവം ആരെന്ന്, ഇസ്രായേലിൽ ദൈവം വെളിപ്പെടുത്തിയത് തീ കൊണ്ട് ഉത്തരമരുളിയാണ്. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 18 യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. യഹോവയുടെ തീ ഇറങ്ങി. Once again, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി, ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവന്നു വീണു. ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ വെളിപ്പെട്ടാൽ ജനം ദൈവത്തിലേക്ക് തിരിയും. ചിലർക്ക് ന്യായവിധിയുടെ തീയെ അറിയത്തുള്ളൂ, യഹോവയുടെ തീ അറിയില്ല. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന സ്വർഗീയമായ അഗ്നി, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സ്വർഗീയമായ അഗ്നി, ജനത്തെ വിശുദ്ധീകരിക്കുന്ന സ്വർഗീയമായ അഗ്നി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മോശയ്ക്ക് ദൈവം പ്രമാണം നൽകിയത് എവിടെ വെച്ചാണ്? എക്സോഡസ് 19 18 19 20 21 യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ. പറഞ്ഞ യഹോവ തീയിൽ ഇറങ്ങി, അല്ലെങ്കിൽ യഹോവ തീയായി ഇറങ്ങി. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. തീക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ വന്നിട്ട് അവർ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരെ അമർച്ചയായി കൽപ്പിക്കുക. ദൈവത്തിന്റെ നിയോഗങ്ങളെ, പ്രമാണത്തെ ദൈവം തീയുടെ നടുവിൽ കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവല്ലം ഗ്രഹിക്കുന്നുണ്ടോ? പുറപ്പാട് 20 വന്നേ. 20:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഈ വചനങ്ങളൊക്കെ അരുളി ചെയ്തു. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം മോശയ്ക്ക് എന്ത് കൊടുക്കുന്നു? ഈ വചനങ്ങളൊക്കെ അരുളി ചെയ്ത്, അടിമ വീടായ മിസ്രയീം ദേശം നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. കണ്ടോ?
ഈ സിനായ് പർവ്വതത്തിന്റെ മുകളിൽ തീയുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവം മോശയ്ക്ക് പ്രമാണങ്ങൾ നൽകുന്നു. ദൈവം പേന കൊണ്ടല്ല അത് എഴുതി കൊടുത്തത്, ബൈ ഫയർ. മോശയെ നിയമിച്ചത് എവിടെ വെച്ച? എന്തിന്റെ നടുവിലാണ് മോശയെ അപ്പോയിന്റ് ചെയ്ത ദൈവം? പുറപ്പാട് 3:1. അവിടെ യഹോവയുടെ ദൂതൻ മുൾപടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷമായി. The Lord appointed Moses in the midst of fire. കർത്താവ് അപ്പോയിന്റ് ചെയ്യാൻ തീയുടെ അഭിഷേകം, ആ ഫയർ അനോയിന്റിങ് അങ്ങോട്ട് മേളിലിട്ട് അപ്പോയിന്റ്. ഇത് നിയമനം നൽകുന്ന തീയാണ്, പ്രമാണം നൽകുന്ന തീയാണ്, സത്യദൈവത്തെ വെളിപ്പെടുത്തിയ തീയാണ്, ഇത് വിടുതൽ നൽകുന്ന തീയാണ്. ന്യായാധിപന്മാർ 15:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവർ അവനോട്, ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയറ് കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. എന്നാൽ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേളിൽ വന്നു. അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചുപോയി. എന്നെ നോക്കിയേ, യഹോവയുടെ മേളിൽ എന്തുവാ വന്നേ? തീ വന്നെന്നാണോ എഴുതിയിരിക്കുന്നത്? പിന്നെ എന്നാ എഴുതിയിരിക്കുന്നത്? പക്ഷെ സംഭവിച്ച എന്നാ? അപ്പൊ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നേ? ഇത് വിടുതൽ നൽകുന്ന തീ മാത്രമല്ല, ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന ഫയറാണ്. അതാണ് പ്രവാചകനായ യെശയ്യാവ് ഐസയ ചാപ്റ്റർ 6 വേർഡ്സ് 1-7. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ട് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈനികനെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന്, ലിസൺ ടു മീ, ഈ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഗ്ലോറിയസ് റിലംസ്. നീ കാണുന്ന കാഴ്ചയല്ല പ്രൊഫറ്റ് കാണുന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ പ്രവാചകൻ പറയുന്നു, ദൈവമേ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യനാണ്, നിന്റെ സന്നിധിയിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സാറാഫുകളിൽ ഒരുത്തൻ, ഹെവനിൽ നിന്ന് എന്തുവാ സാറാഫ് എടുത്തോണ്ട് വന്നേ? അപ്പൊ ഹെവനിൽ എന്തുണ്ട്? ഇത് വിഷനാണ്. പക്ഷെ ആ വിഷനിൽ ഇദ്ദേഹം കാണുന്നത് സാറാഫുകളിൽ ഒരുത്തൻ ഒരു തീക്കനൽ എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ച് എന്റെ അടുക്കൽ പറന്നു വന്നു. ആ തീ, 7-ാം വാക്യം പറയുന്നു, എന്റെ നാവിനെ തൊടിച്ചു, എന്റെ വായെ തൊട്ടു. ആ തീ ആദരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, പാപത്തിന് പരിഹാരം വന്നു. പിന്നെ പ്രൊഫറ്റ് ഐസായെ നിങ്ങൾ നോക്കുമ്പോൾ പുള്ളി പ്രൊഫസി ചെയ്യുന്നത് അടുത്ത ഡൈമെൻഷനിലാണ്, അടുത്ത ലെവലിലാണ്. The same fire of the Holy Spirit is going to touch your life tonight in the name of Jesus. ഇത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, ഇത് വിടുതൽ നൽകിയ അഗ്നിയാണ്, ഇത്
ഇത് നിയമിച്ച അഗ്നിയാണ്. Amen. ഇത് പ്രമാണം നൽകിയ അഗ്നിയാണ്. Amen. ഇത് സത്യദൈവത്തെ വെളിപ്പെടുത്തിയ അഗ്നിയാണ്. Amen. ഇത് സംരക്ഷിക്കുന്ന തീയാണ്. Yes. Hallelujah. Amen. Hallelujah. The fire will protect you. Yes. Zechariah chapter 2 word 5. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ It's അരുളപ്പാട്. related to glory. This fire is related to glory. Amen. ഞാൻ അതിന് ചുറ്റും, തീ മതിലായിരിക്കും. ഞാൻ അതിന് ചുറ്റും. ആരാണ് ഈ ഞാൻ? For I said the Lord. Yes. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും എന്ന് പറയണമെങ്കിൽ I am fire. Yes. Yes. Oh, Amen. Praise God. ദൈവത്തെ നിങ്ങൾ ഇങ്ങനെ കത്തുന്ന ഒരു തീയോടുകൂടെ അല്ല കാണേണ്ടത്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ആ വാക്യം. Yes. It's a vision. It's an experience. Amen. ഒരു സർക്കിളിനകത്ത് തീ ചുറ്റും കത്തുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു ക്ഷുദ്രജീവികൾക്കും Yes. ഈ തീ ക്രോസ് ചെയ്ത് അതിനകത്തോട്ട് കയറാൻ പറ്റുക. Amen. Yes. I will protect you. Yes. I will send my fire. Amen. 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ കെടുക്കരുത്. ആത്മാവിനെ കെടുക്കരുത്. കെടുത്തുന്നതിനെ മാത്രമേ കെടുത്താൻ കഴിയൂ. Hallelujah. Hallelujah. Not quench Holy Spirit. Yes. ഇത് നിന്റെ മേളിൽ ദേശങ്ങളുടെ രാജ്യങ്ങളുടെ വിടുതലിനായി, Amen. അനേകരുടെ സൗഖ്യത്തിനായി, Oh, പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുടയ്ക്കുവാനായി എത്തുന്നൊരു തീയാണ്.